അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന ലോകത്തിലെ 7ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്നു അറബി റളിയല്ലാഹു അൻഹും ഗൗസുൽ ആസം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരാമർശിക്കാൻ വേണ്ടി നമ്മൾ കുന്നത്തേരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് സ്വാഭാവികമായും നമ്മൾ പരിചയപ്പെടുത്തേണ്ടി വന്നു. കാരണം നമ്മളെ ആത്മീയ ഗുരുക്കളെ നമ്മൾ പരിചയപ്പെടുത്തണമല്ലോ. അങ്ങനെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട കുന്നത്തേരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ മുഹിയുദ്ദീൻ മാലയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തി. അതാണ് ഇന്നത്തെ ക്ലാസ്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജറ, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹിജറ 558, 560 ആണെന്നൊക്കെ ചിലതിൽ എന്ത് ചെയ്യാ കാണാം. ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് 561-ലാണ്. 561-ന്റെ ആദ്യ സമയത്ത് വഫാത്തായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ ഏകദേശം 2 വർഷം മുമ്പാണ് അന്ദുലുസ്, ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ഒക്കെ അടങ്ങുന്ന വിശാലമായ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിരുന്ന രാജ്യത്തിനാണ് അന്ദുലുസ് എന്ന് നന്നന്തിയിലെ പറയല്. അവിടെയാണ് മഹാനായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, റമദാൻ 17-ന്റെ അന്ന് 558 എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അവരുടെ വഫാത്താകുന്നത് 638-ലാണ്. ഏകദേശം 80 വയസ്സോളം മഹാനവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനോടനുബന്ധിച്ചാണ് മറ്റൊരു മുഹിയുദ്ദീനായ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ പേരുകള് ലോകത്ത് പ്രസിദ്ധമായത് ഒന്ന് ഷെയ്ഖുൽ അക്ബർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മഹാനായ ഗുരു. ആ ഷെയ്ഖുൽ അക്ബർ എന്ന് പറയുന്ന പേര് പ്രസിദ്ധമായതുകൊണ്ടാണ് മഹാനവറുകളുടെ ത്വരീഖത്ത് പിന്നെ ത്വരീഖത്തുൽ അക്ബരിയത്തു സൂഫിയ എന്ന പേരിൽ എന്ത് ചെയ്തത്, അറിയപ്പെട്ടത്. അക്ബരിയ ത്വരീഖത്ത്. മഹാനവറുകൾക്ക് ഒരുപാട് അപരനാമങ്ങളുണ്ട്. റഈസുൽ മുകാശിഫീൻ, കശ്ഫ് ലഭിച്ചവരുടെ നേതാവ്. അതാണല്ലോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കശ്ഫിലൂടെയാണല്ലോ മഹാനവറുകളുടെ വിജ്ഞാനം ഈ ലോകത്ത് പ്രസിദ്ധമായത്. പിന്നെ അൽ ബഹ്റു സാഹിർ, ഇമാം ഷിഹാബുദ്ദീൻ സുഹറവർദി റളിയല്ലാഹു അൻഹു ഒക്കെ മഹാനവറുകളെ കുറിച്ച് പുകഴ്ത്തുന്നത് അൽ ബഹ്റു സാഹിർ എന്നാണ്, നിറഞ്ഞൊഴുകുന്ന മഹാസമുദ്രം എന്നർത്ഥത്തിലാണ്. മറ്റൊന്നാണ് ബഹ്റുൽ ഹഖായിഖ്, യാഥാർത്ഥ്യങ്ങളുടെയും ആത്മീയ സത്യങ്ങളുടെയും സമുദ്രം എന്ന പേരിൽ മഹാനവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇമാമുൽ മുഹഖ്ഖീൻ, ആത്മീയ സത്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പിച്ചവരുടെ ഇമാമ്, അതാണ് ഇമാമുൽ മുഹഖ്ഖീൻ എന്ന് പറഞ്ഞാല്. പിന്നെ മുഹിയുദ്ദീൻ, ദീനിനെ പുനരുജ്ജീവിപ്പിച്ചവൻ, സുൽത്താനുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ അള്ളാഹുവിനെ ആഴത്തിൽ അറിഞ്ഞവരുടെ രാജാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ജനിക്കുന്നതിന് പിന്നിൽ വലിയ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ബഹുമാനപ്പെട്ട കുന്നത്തേരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ മുഹിയുദ്ദീൻ മാലയിലൂടെ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ഈ ചരിത്രം എവിടെയാണ് പരാമർശിച്ചത് എന്ന് കിതാബുകളിൽ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്തു പരതി നോക്കിയപ്പോൾ ഷെയ്ഖുന റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ അവസാനത്തിൽ ഏതെല്ലാം കിതാബുകളിൽ നിന്നാണ് എന്റെ ഗ്രന്ഥം ഞാൻ മുഹിയുദ്ദീൻ മാല ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞതുപോലെ ബഹജ കിതാബിന്നും മറ്റുള്ള സുഹഫെന്നും എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പറയുന്നുണ്ട്. എന്താ, ആറ്റൽ മനാഖിബ ബഹജ കിതാബിന്നും അപ്പോലെ തന്നെ മാഫീറിൽ നിന്നും ചാറ്റിയ കൻസുൽ ബാറഹീനാദിൽ നിന്നും ചന്തം എന്നും കിതാബിന്നും
ഇങ്ങനെ കിതാബുകൾ ബഹ്ജയാണ്, മഫാഖിർ ഉണ്ട്, അതുപോലെ തന്നെ ഗൻസുൽ ബറാഹീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഗ്രന്ഥം, ഈ ചരിത്രം എവിടെ പറയുന്നു എന്ന് പരിധി നോക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ ഇല്ല. മറിച്ച് അൽ മഊനത്തുൽ ലൗസിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്, ഔസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത്. അവിടെ ഈ ചരിത്രം എന്ത് ചെയ്തിട്ടുണ്ട്? മഹാനവറുകൾ ഔസുൽ ആലം റളിയല്ലാഹു അൻഹും ഇബ്നു അറബി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ബന്ധം, അവരുടെ ജനനവുമായി എന്ത് ബന്ധമാണ് ഔസുൽ ആലം റളിയല്ലാഹു അൻഹുവിന് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിലുള്ള ചരിത്രമാണ് ബഹുമാനപ്പെട്ട കുന്നത്തേരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ത് ചെയ്ത് പാട്ടാക്കിയിട്ട് മുഹീദ്ദീൻ മാലയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് എന്ത് ചെയ്തു? മനസ്സിലായി. എന്താ ഇതിൽ പറയുന്നത്? ബാളാൽ വാലദില്ല മൂലം ഹൂമുമാലെ മങ്കിയാലിയുല്ല റബി മൂഷിത്തോവർ ഏളുന്നു വലതിന്റെ ആശാമികത്തതാൽ ഏറ്റം വലികളിൽ തേടിച്ച് വന്നോവർ ബോലി പാലം കാണാ മൂലം മൂഷിപ്പാലെ പോകും ഫാക്കീറൊണ്ടിൽ മോകം മോളിന്തോവർ. ബഹുമാനപ്പെട്ട അലിയുൽ അറബി തങ്ങള്, ഇബ്നു അറബി തങ്ങളുടെ പിതാവായ അലിയുൽ അറബി തങ്ങള് ചരിത്രം പറയാ, അഷേഖ് അബൂ മുഹമ്മദ് അലിയുൽ അറബി റളിയല്ലാഹു അൻഹു മിൻ റുഅസാഇ ഫാസ്, മൊറോക്കയിലെ ഫാസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു. കാന ഹുസ്നൽ ഖുൽഖ്, നല്ല സൽസ്വഭാവിയായ ആളായിരുന്നു മഹാനവറുകളുടെ പിതാവ്. കസീറൽ മവാശി വൽ മാലി, മഹാനവറുകൾക്ക് ഒരുപാട് സമ്പത്തുകളും ഒരുപാട് ആടുമാട് ഒട്ടകങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നു? മഹാനവറുകൾക്ക് എന്ത് ചെയ്തിരുന്നുണ്ടായിരുന്നു? നല്ല സമ്പത്തായിരുന്നു അലിയുൽ അറബി തങ്ങൾക്ക്, ഇബ്നു അറബി തങ്ങളുടെ പിതാവിന്. പക്ഷേ ചരിത്രം പറയുന്നു ലാക്കിന്നഹു മഗ്മൂമുൻ കുല്ലഹീൻ, എല്ലാ സമയത്തും ടെൻഷൻ ആയിരുന്നു മഹാനവറുകൾക്ക്. വയസ്സായി, പ്രായമായി, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവാണ്, സമ്പത്ത് ഒരുപാടുണ്ട്, നല്ല നേതാവാണ് നാട്ടിലെ, പക്ഷെ നല്ല ടെൻഷനായിരുന്നു. ലി അല്ലാ യകൂന ലഹുൽ ഔലാദു, അദ്ദേഹത്തിന് മക്കളില്ല എന്ന കാരണത്താൽ. അതാണ് ബാളാൽ വാലദില്ല മൂലം ഹുമുമാലെ മങ്കിയാലിയുൽ അറബി മൂഷിത്തോവർ. മക്കളില്ലാതെ അലിയുൽ അറബി തങ്ങൾ എന്ത് ചെയ്യാണ്? ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. പക്ഷേ വകാന യത്ലുബുഹു ദുആഉ മിൻ മശായിഖി സമാനി വൽ ഔലിയായി, ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട മശായിഖന്മാരുടെ അടുത്തും അറിയപ്പെട്ട ഔലിയാക്കളുടെ അടുത്തൊക്കെ പോയി ദുആ കൊണ്ട് ആവശ്യപ്പെടും, എനിക്കൊരു മോനെ വേണം, എനിക്കൊരു മോനെ വേണം എന്നുണ്ട്. അതാണ് ബോലി പാലം കാണാ മൂലം ഏളുന്നു വലതിന്റെ ആശാമികത്തതാൽ ഏറ്റം വലികളിൽ തേടിച്ച് വന്നോവർ. ഒരുപാട് ഔലിയാക്കൾ എടുത്ത് എന്ത് ചെയ്യും? പോവും. എന്റെ മോൻക്ക് എനിക്കൊരു എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പക്ഷെ ഒരാളെ ദുആ കൊണ്ട് മഹാനവറുകൾക്ക് എന്ത് ചെയ്തില്ല? ഉപകാരം ലഭിച്ചില്ല. ഖളായിലുള്ളതല്ലേ എന്ത് ചെയ്യുള്ളൂ? നടക്കുള്ളൂ. അതിന് ഖളായിലുള്ളതേ നടക്കുള്ളൂ. അവിടെ എന്ത് ചെയ്യുക? ദുആ ചെയ്തിട്ട് എന്തില്ല? കാര്യമില്ല. ഇനി ദുആയിലൂടെയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബബിലൂടെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അങ്ങനെ നടക്കും. ഇവരുടെ ദുആയിലൂടെ എന്തായാലും എന്ത് ചെയ്യുക? കാര്യം നടക്കൂല എന്ന് എന്തായി? ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഇവരുടെ ദുആകളെ കൊണ്ടൊന്നും എന്ത് ചെയ്യില്ല? മഹാനവറുകൾക്ക് ഉപകാരം കിട്ടിയില്ല. അങ്ങനെ ഹത്ത അശാറ ഇലൈഹി ഫഖീറുൻ മജ്ദൂബുൻ അൻ യദ്ഹബ ഇലാ തുർഫി ബഗ്ദാദ്, ഒരു മജ്ദൂബായ മനുഷ്യൻ, ഒരു ഫക്കീറായ മജ്ദൂബായ മനുഷ്യൻ മൂപ്പരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ടെൻഷൻ മാറണങ്ങ് ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് പോയിക്കോളിയും. അതായത് ഇലാ സാഹിബിഹ അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തോളി? നിങ്ങൾ എന്ത് ചെയ്തോളി? പോയിക്കോളി എന്ന് പറഞ്ഞു. അതാണ് ബോലി ഫാലം കാണാ മൂലം മൂഷിപ്പാലെ പോകും ഫാക്കീറുണ്ടിൽ മോകം മോളിന്തോവർ പാളും മനസ്സിനുള്ള ആശ നിറവേറ്റാൻ ബഗ്ദാദ് കൊള്ളെ പോയെന്ന് പറഞ്ഞോവർ. ബഗ്ദാദ് പോയാൽ നിങ്ങളുടെ കാര്യം നിറവേറും തന്നു. ഫർതഹല മിൻ ബലദിഹി മിൻ ഫാസ് ഇലാ ബഗ്ദാദ ഹത്താ വസല ഇലാ ജാനിബിൽ ആലിൽ ഖുദാസ്. ഉടനെ തന്നെ ഇത് കേട്ട പാടന്നെ മഹാനവറുകൾ ഫാസ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. അതാണ് ഏറ്റവും സൂറു ആൽബാദും എത്തിച്ച് ഏകൻഡോലിയാരെ ദാറിൽ കടന്നോവർ. ഔസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഹളറത്തിൽ എന്ത് ചെയ്തു? മഹാനായ ശൈഖ് ഇബ്നു അറബി തങ്ങളുടെ പിതാവായ അലിയുൽ അറബി തങ്ങൾ എന്ത് ചെയ്യാണ്? ചെല്ലാണ്. ചെല്ലുമ്പോ ഔസുൽ ആലം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇങ്ങനെ
മദ്രസത്തുൽ നിസാമിയ എന്ന് പറയുന്ന പരിശുദ്ധമായ മദ്രസയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അലിയുൽ അർബി തങ്ങൾ ഇങ്ങനെ കയറി വരികയാണ്. ഫലമ്മാ നദറ ശൈഖ് റളിയല്ലാഹു അൻഹു ഇലൈഹി ഖബ്ല അൻ യതകല്ലമ. കേറി ഇങ്ങോട്ട് വരുമ്പോ തന്നെ സംസാരം ഒന്നും തുടങ്ങിയിട്ടില്ല. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു അലിയുൽ അർബി തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലൈസ ലക നസീബും മിനൽ വലദ്. ചാറ്റും മുൻ സയ്യിദുൽ ഔലിയ പിണ്ടെന്ന് ചമ്മേലാൽ ഹല്ലില്ല ഉങ്കളിലെന്നോവർ. നിങ്ങൾക്ക് മക്കൾക്കുള്ള ഭാഗ്യമില്ല കേട്ടോ. ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം എന്തിനാണ് വരുന്നതെന്ന് എവിടുന്ന് തന്നെ അറിയാം. പിന്നെ ഫാസിൽ നിന്ന് അലിയുൽ അറബി തങ്ങൾ വരുമ്പോ തന്നെ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ഇന്ന കാര്യവുമായി ഒരാൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം എന്താ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. അങ്ങനെ പറയുന്ന ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിനെ അറിയാൻ വരുമ്പോ എന്താണെന്ന് വന്ന പാടനെ പറഞ്ഞു, ലൈസ ലക നസീബും മിനൽ വലദ്. ഒരു കുട്ടിക്ക് എന്തില്ല, ഒരു ഭാഗ്യമില്ല. നിങ്ങൾക്ക് കുട്ടിയില്ല. ലൗഹുൽ മഹ്ഫൂദിലൊക്കെ നോക്കിയപ്പോ നിങ്ങൾക്ക് കുട്ടിയെ എന്ത് ചെയ്യുന്നില്ല, കുട്ടിക്കുള്ള ഹള്ളുള്ളതായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ദൂരം തേടിയിട്ട് എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അങ്ങനെ ആകെ വിഷമമായി. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ആകെ വിഷമായി. ഉറ്റം ഹുസൂനാലെ പാട്ടം മികത്തതാൽ ഉള്ളും പോരിഞ്ഞ് കരഞ്ഞ് പറഞ്ഞോവർ. തോറ്റുന്നു ഇതിനെ ഞാൻ മുമ്പായി അറിഞ്ഞെങ്കിൽ തൂരം മാലങ്ങി വേരൂലാന്നും ചൊന്നോവർ. ഇവിടെ വന്നിട്ട് കുട്ടികളെ കിട്ടൂലാന്ന് ഒരുപാട് മശായിഖന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് ഔലിയാക്കളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്റെ ഉദ്ദേശം നിറവേറൂലാന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മൊറോക്കോയിലെ ഫാസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഇത്ര വിദൂരത താണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യണ്ട, വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴോ മഹാന്മാരല്ലേ, റഹ്മത്തുല്ലിൽ ആലമീന്റെ മക്കാമിൽ നിൽക്കുന്ന ആളുകളല്ലേ. മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിനെ ഫതറഹമ ശൈഖു അലാ ഹാലിഹി. ഉടനെ തന്നെ മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളോട് കൃപ തോന്നുകയാണ്, കരുണ തോന്നുകയാണ്, റഹ്മത്ത് വരികയാണ്. അതാണ് മാമത കമ്പമാല കൂത്തിൽ വാഴുന്നേ മന്നർക്കി വേരിൽ റഹ്മപ്പോൾ പൂണ്ടോവർ. ഉടനെ തന്നെ മഹാനവറുകൾക്ക് ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിന് അലിയുൽ അർബി തങ്ങളോട് ഭയങ്കരമായ മമത തോന്നി, ഭയങ്കരമായ സ്നേഹം തോന്നി, കരുണ തോന്നി. എന്തായാലും ഇത്ര ദൂരം താണ്ടി ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉദ്നു മിന്നി വഅസ്നിദ് ലഹറക ബിലഹരി. ഇങ്ങോട്ട് അടുക്ക്, എന്റെ അടുത്തേക്ക് ഇരിക്ക്. എന്നിട്ട് വഅസ്നിദ് ലഹറക ബിലഹരി, നിന്റെ മുതുകും എന്റെ മുതുകും തമ്മിൽ എന്ത് ചെയ്ത്, പുറം ഭാഗത്തിൽ എന്റെ മുതുകും നിന്റെ മുതുകും തമ്മിൽ ചേർത്തിരിക്കാൻ പറഞ്ഞു. ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചേർത്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഹാമിം നബി പേരിൽ ഉന്നീടയാലി കൽബ് സൂറായ ഡുക്കന്നീലെന്നോവർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റഹ്മത്ത് ലഭിച്ച മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു കൽബ് വളരെ സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്തു, എന്നിലേക്ക് അടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു. അങ്ങനെ മുതുകോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ചേർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചെയ്യാ, ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഫബഖിയൽ ആന ഇൻദി വലദുൻ ഉഅ്തീകഹു. എന്റെ മുതുകിൽ ഇപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. 49 മക്കൾ മഹാനായ ഗൗസുൽ ആസം റളിയല്ലാഹു അൻഹുവിന് ഈ പ്രായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 50ാമതൊരു പുത്രൻ എവിടെയുണ്ട്, എന്റെ മുതുകിലുണ്ട്. അതുകൊണ്ട് നിന്റെ മുതുക് എന്റെ മുതുകുമായിട്ട് എന്ത് ചെയ്ത് ചേർത്തിരിക്കെ ഞാൻ എന്ത് ചെയ്യാ, ഉഴ്ത്തീക്കഹു, ഞാൻ എന്ത് ചെയ്യാ, ഈ കുട്ടിയെ എന്ത് ചെയ്യാം, നിനക്ക് തരാം. മഹാന്മാർക്ക് അതിന് കഴിയും. അള്ളാഹുവിന്റെ ഇതിനെ ലഭിച്ച ഏത് കാര്യത്തിനും എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും, എന്ത് ചെയ്യാ, കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഇതിനെ എന്ന് പറയുന്ന ആ വലിയമായ ആ ശക്തി അവരിലൂടെ പ്രകടമാകുമ്പോൾ അവർക്ക് എന്തിനും എന്ത് ചെയ്യും, കഴിയും. യാതൊരു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ ഒരു സംഗതി അവരിലൂടെ എന്ത് ചെയ്യും, വെളിവാകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു ഖുതുബിയ്യത്തിൽ പറഞ്ഞത് എന്താ, ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദന്നത
അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ. സ്വയം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹുവിനിക്ക്, ആ രണ്ട് വിശേഷണം അവിടെ കൊടുത്തത്. ആ ഖാദിറായ അള്ളാഹുവിനിക്ക് ഔസുൽ തങ്ങളെ നിങ്ങൾ വഴിപ്പെട്ട് അബുദായി നിന്നു കൊടുത്തപ്പോൾ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തന്നു. അപ്പൊ പിന്നെ ഇതൊരു പ്രയാസമാണോ? ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഔസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുതുകോട് എന്ത് ചെയ്തു? ചേർത്തിരുന്നോ? അങ്ങനെ ചേർത്തിട്ട് എന്ത് ചെയ്തു? എന്റെ മുതുകിലുള്ള കുട്ടിയെ ഞാൻ നിനക്ക് തരാണ്. ഫൽ തുസമ്മീഹി മുഹമ്മദ്, ഈ കുട്ടിക്ക് നീ മുഹമ്മദ് എന്ന പേര് വിളിക്കണം. പിന്നെ വൽ തുലഖിബുഹു ബിലഖബി, എന്റെ ലഖബ് കൊണ്ട്, എന്റെ മുഹീദ്ദീൻ എന്ന് പറയുന്ന ലഖബ് കൊണ്ട്, പേര് കൊണ്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യുക? ലഖബിടുകയും വേണം. അതുകൊണ്ട് വിളിക്കണം. വിളിപ്പേരെന്താക്കണം? എന്റെ മുഹീദ്ദീൻ എന്ന്. എന്നെ വിളിച്ച പേര് മുഹീദ്ദീൻ എന്നുള്ളതാണ്. എന്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഖാദിർ ആണ്, എന്നാൽ എന്റെ വിളിപ്പേര് മുഹീദ്ദീൻ ആണ്. അതുപോലെ എന്റെ വിളിപ്പേരായ മുഹീദ്ദീൻ എന്നതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വിളിക്കണം. അതാണ് തരുളർ മുഹീദ്ദീൻ ശൈഖിന്റെ ഫൈളാലെ തനിയോനെ അന്യത്തെന്നിന്ന് നീക്കല്ലാ. ഭയങ്കര അത്ഭുതമല്ലേ ഇവിടെ സംഭവിക്കണേ? അപ്പൊ അന്യത്ത് നീക്കാൻ വേണ്ടിട്ട് നമ്മൾ ദുആ ചെയ്യണ്ടേ? ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്യുക? അവിടെ ദുആ ചെയ്യാണ്. തിരിഞ്ഞോ? അവിടെ എന്ത് ചെയ്തു? ദുആ ചെയ്തു. എന്നിട്ട് പറയാണ്, കോമാനാരുൾ പോലെ നേതിൽ വലതുണ്ട്, കൂറാലിരിപ്പുണ്ട്, താറാനെത്തു എന്നുത്തോവർ, ചുരുതി മികച്ച ശൈഖോദിയവരോട് ചൊല്ലും ഷാറുത്തുങ്കൾ സൂചിപ്പിനെന്നോവർ, പിരിശാമകനിൽ എൻ ജദ്ദിന്റെ പേരിട്ട് മേൽമയാൽ കൂഫിലെ കബി കൊണ്ടെന്നോവർ. പ്രസവിക്കുമ്പോൾ എന്റെ വല്ലിപ്പയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിടണം. എന്റെ ലഖബലമായ എന്റെ വിളിപ്പേരായ മുഹീദ്ദീനും ഇടണം. തിരികെയപ്പോഴെല്ലാം ചെയ്ത് മടങ്ങി പിൻ ചേർന്ന് മാനവിയും ഹാമീലത്തായോവർ. ചരിത്രം പറയുന്നു, എന്ത് ചെയ്യാ? മഹാനായ ഔസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലുള്ള കുട്ടി, തന്റെ മുതുകിലുള്ള ആ കുട്ടിയെ അവരുടെ മുതുകിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു. അവരുടെ മുതൽ അലിയുൽ അറബി തങ്ങളുടെ അങ്ങനെ നാട്ടിലേക്ക് മടങ്ങി. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഇബ്നു അറബി തങ്ങളുടെ ഉമ്മയായ അലിയുൽ അറബി തങ്ങളുടെ ഭാര്യയായ മഹദി അവറുകൾ എന്ത് ചെയ്യാണ്? ഗർഭം ചുമക്കുകയാണ്. അങ്ങനെ ഗർഭം ചുമന്നിട്ട് മഹാനായ ഫവലദതുഹു മിസ്ല സിറാജ്, നല്ല വിളക്ക് പോലത്തെ ഒരു കുട്ടിയെ അവർക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. അതാണ് പിരിശത്തിൽ പെറ്റ് മുഹമ്മദ് എന്നാരംഭ പേരിട്ട് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചവർ, പിറകെ മാനവിയും താനും ബാലദീന ബീരരെ മുമ്പാകെ കാണിപ്പാൻ വന്നോവർ. പ്രസവിച്ചു മഹാനായ ഹിജ്റ 558 എന്ത് ചെയ്തു? അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായത്തിൽ ഹിജ്റ 560. മഹാനാവുകൾ ഔസുൽ ആദമിന്റെ 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ മഹാനായ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ജനിക്കുകയാണ്. ഔസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ 50ാമത്തെ പിറക്കാത്ത പുത്രനായി മഹാനായ മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ ജനിക്കുകയാണ്. കുട്ടിയുമായി വാപ്പയാകുന്ന അലിയുൽ അറബി തങ്ങളും ഉമ്മയും എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഫാസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ഔസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ കാണിക്കാൻ വേണ്ടി. ലമ്മാ വലദത്ത് സൗജത്തു ഷെയ്ഖ് അലി ദാലിക്കൽ വലദ ഖറജ ബിഹിമാ ബഅദ അയ്യാമിൻ ഖലീലത്തിൻ ഇലാ ബഗ്ദാദ്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ബഗ്ദാദിലേക്ക് ചെന്നു. അങ്ങനെ ബഗ്ദാദിൽ വന്നിറങ്ങി. വജാഅ ബിവലദിഹി ഇല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനായ ഔസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഇബ്നു അറബി തങ്ങളെ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ചരിത്രം ഇനിയാണ് ഇവിടെ ലോകത്ത് മറ്റൊരു മുഹീദ്ദീന്റെ ജന്മം എന്ത് ചെയ്യുന്നു? എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള കാരണമായി സബബായി ഇവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്. അതാണ് ബർക്കത്തൂടെയോവർ മൈന്ദര വാങ്ങിയൻ വളർമാമൂരിതൊണ്ട് ബണ്ണെന്നും പിണ്ടോവർ അരുണപ്പൂതൽവർ വളർന്ന് ഫൂത്തുഹാത്തും കടശി ഫൂസൂസും പാലതും രചിത്തോവർ. ഔസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് മഹാനായ മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ അങ്ങോട്ട് കൊടുത്തു. കണ്ടപാടെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ യകൂനു മുരീദി മുഹമ്മദ് ഇബ്നു ഖായിദുൽ ലവാനി.
ഇത് എന്റെ മുരീദിന്റെ മുരീദാകാൻ പോകുന്ന കുട്ടിയാണ് മുഹീദ്ദീൻ ഇബ്നു അറബി. അതായത് മുഹമ്മദ് ഇബ്നു ഖായിദുൽ ലവാനി ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്നു. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണ സദസ്സുകളിൽ നിറസാന്നിധ്യമായിരുന്നു. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു, അവിടുത്തെ മുരീദായിരുന്നു, അവിടുത്തെ ഖലീഫയായിരുന്നു. ആ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായ മുഹമ്മദ് ഇബ്നു ഖായിദുൽ അവാനിയുടെ മുരീദായിരിക്കും ആര്? ഈ പ്രസവിച്ചു വീണ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി എന്ന് പറയുന്ന കുട്ടി. എന്നിട്ട് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയാണ്, വയകൂനു ലിസാനി വയകൂനു ലഹു ലിസാനി ഫീ സമനിഹി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 558 മുതൽ 638 വരെയുള്ള 80 വർഷത്തെ കാലഘട്ടത്തിൽ യകൂനു ലഹു ലിസാനി ഫീ സമനിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ നാവായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാകുക. അപ്പൊ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങളെ എതിർക്കുന്നവർ എതിർക്കുന്നവരാണ്? ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നവരാണ്? എതിർക്കുന്നവരാണ്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളാം. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ എതിർക്കുന്നവരോ, ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ എതിർത്താ പിന്നെ ദീനനുണ്ടോ? ദീനനല്ല. കാരണം ദീനായിട്ട് ഈ ലോകത്ത് എന്ത് ചെയ്തവരാണ്? വന്നവരാണല്ലോ. എന്നിട്ട് പറയാം, വയൽഹറു മിൻ അസ്റാരി ജമീഇൽ ഔലിയാഇ മാ ഖതമു ഫീ സമാനിഹിം. ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും രഹസ്യമാക്കി മറച്ചുവെച്ച, അവരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധമാക്കാതെ ഈ ലോകത്ത് മറച്ചുവെച്ച മുഴുവൻ രഹസ്യങ്ങളും എന്ത് മുഴുവൻ രഹസ്യങ്ങളും ആര് വെളിവാക്കും? മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? വെളിവാക്കും. എത്ര വല്ല പോയണ്ട? എങ്ങനെ? ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും അവരുടെ കാലഘട്ടത്തിൽ പറയാതെ മറച്ചുവെച്ച, അതുകൊണ്ട് തന്നെ ഇത്രത്തോളം രഹസ്യങ്ങൾ ലോകത്ത് പറഞ്ഞ വേറൊരു നേതാവുണ്ടോ? അത് ആരെ വാക്കിന്റെ പുലർച്ചയാ? ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന്റെ പുലർച്ചയാണ്, വേറൊന്നുമല്ല. അതാണ് മിൻ അസ്റാരി ജമീഇൽ ഔലിയാഇ മാ ഖതമു ഫീ സമാനിഹിം. മൊത്തം ഔലിയാക്കളും അവരുടെ കാലഘട്ടത്തിൽ മറച്ചുവെച്ച രഹസ്യങ്ങൾ മുഴുവനും ഈ പറയുന്ന കുട്ടിയുടെ നാവിലൂടെ ലോകത്ത് പ്രസിദ്ധമാകും. അതുകൊണ്ട് തന്നെ ഫകാന ഖുതുബുസ്സമാൻ, മഹാനായ ഇബ്നു അറബി തങ്ങൾ ഖുതുബുസ്സമാനായിരുന്നു. സമാന്റെ ആ കാലഘട്ടത്തിന്റെ കുത്തുബായിരുന്നു. വസന്നഫ കുതുബൻ കസീറൻ ഫീ ഇൽമിൽ ഹഖായിഖി. യാഥാർത്ഥ്യങ്ങളുടെ ഇൽമുകൾ മഹാനവറുകൾ ഇൽമുൽ ഹഖായിഖിന്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തു? എഴുതി വെച്ചിട്ടുണ്ട്. ലിയഫ്ഹമൽ അക്കിയാസ്, ബുദ്ധിമാന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതിലാണ് ഫുസൂസ് ഉണ്ട്, ഫുതുഹാത്തുൽ മക്കിയ്യ ഉണ്ട്. ഏകദേശം 800ഓളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ലോകത്ത് വിപണിയിൽ 100ൽ താഴെ ഗ്രന്ഥങ്ങളെ ഉള്ളൂ എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. അതിൽ തഫ്സീർ ഉണ്ട്, ഫുതുഹാത്തുൽ മക്കിയ്യ, ഫുസൂസുൽ ഹിക്മ, ഫുതുഹാത്തുൽ മക്കിയ്യ തന്നെ ബഗ്ദാദ് മക്കിയ തന്നെ വേറെ ഉണ്ട്, ഫുതുഹാത്തുൽ മിസ്രിയ വേറെയുണ്ട്, ഫുതുഹാത്തുൽ ഇറാഖിയ വേറെയുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് മഹാനവറുകൾക്ക് ഇറങ്ങിയതായ കശ്ഫും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത വിജ്ഞാനവും ഇങ്ങനെ മഹാനവറുകൾ ഗ്രന്ഥമാക്കി 800ഓളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട് എന്ന് ചരിത്ര രേഖകളിലൊക്കെ കാണുന്നു. അതിൽ 100ന്റെ അടുത്ത് ഗ്രന്ഥങ്ങളെ ഇന്ന് ലോകത്ത് പ്രസിദ്ധമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? കയ്യിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ മഹാനവറുകൾ ഇൽമിന്റെ അസ്റാറുകളുടെ രഹസ്യങ്ങളുടെ കശ്ഫുകളുടെ മഅരിഫത്തിന്റെ വലിയൊരു ലോകം തുറക്കാനുണ്ടായ കാരണക്കാരൻ ആരാണ്? ഷേഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളുടെ ഈ വിജ്ഞാന ലോകത്തിന്റെ കാരണക്കാരനായി അല്ലാഹു തആല സബബാക്കി വെച്ചത് മഹാനായ മറ്റൊരു ബഹറുൽ ഹഖായിഖായ, വലത്ത് ശരീഅത്തൊന്നും കടയിലുള്ളവർ, ഇടത്ത് ഹഖീഖത്തൊന്നും കടയിലുള്ളവർ, അങ്ങനെ രണ്ട് വലിയ സമുദ്രമായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ആണ് ഇതിനൊക്കെ കാരണക്കാരൻ. മഹാനവറുകൾ പറഞ്ഞു, എന്റെ നാവായിരിക്കും ഈ കുട്ടിക്ക്. അതുപോലെ ഈ ലോകത്ത് ഔലിയാക്കൾ മറച്ചു വെച്ച മുഴുവൻ വിജ്ഞാനങ്ങളും എന്റെ നാവായി വരുന്ന ഇദ്ദേഹത്തിന്റെ നാവിലൂടെ ഇദ്ദേഹം പ്രസിദ്ധപ്പെടുത്തും. എത്ര കറക്റ്റാണ്! അങ്ങനെ പ്രസിദ്ധപ്പെടുത്തി 80 വർഷത്തിന്റെ ഇടയിൽ മഹാനവറുകള് കയറി ചെല്ലാത്ത മേഖലകൾ ഉണ്ടായിരുന്നില്ല. ലോകത്ത് 18,000 ലോകമുണ്ട് എന്നൊക്കെ മഹാനവറുകളാണ് എന്ത് ചെയ്തത്? ഈ ലോകത്ത് എന്ത് ചെയ്തത്? പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അത്രത്തോളം ഇൽമിന്റെ അസ്റാറുകളുടെ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിനൊക്കെ ലോകത്ത് പറയുകയും എഴുതുകയും ചെയ്ത ആളാണ്. അത്രത്തോളം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പിന്നെ ചില സൂഫിയാക്കൾക്ക്, കള്ളത്തെരീക്കത്തുകാർക്ക്, ചില തൊരീക്കത്തുകാർക്കുള്ള ഒരു വാദമാണ്, ഗ്രന്ഥമൊന്നും വേണ്ടടാ, ഗ്രന്ഥമൊക്കെ എടുത്ത് വലിച്ചെറിയണം. ഗ്രന്ഥമൊക്കെ എടുത്ത് വലിച്ചെറിയണമെങ്കിൽ നിന്റെ സംസാരം എടുത്ത് വലിച്ചെറിയണം, അത്ര ഞാൻ പറയുള്ളൂ. ഗ്രന്ഥമൊക്കെ ഇതിനുള്ള സബബുകളാണ്. മനസ്സിലായോ?
നീ നിന്നെയാണ് വായിച്ചു പഠിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ അത് ഗ്രന്ഥത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്, കിതാബല്ല. ഈ ഏട്ടിലുള്ള പശു പുല്ലു തിന്നൂല, ശരിയാ, പക്ഷെ ഏട്ടിലുള്ള പശു പുല്ലു തിന്നൂല എന്ന് പഠിപ്പിച്ചു തരേണ്ടത് ഏട്ടിലൂടെയാണ്, അല്ലെങ്കിൽ വാക്കിലൂടെയാണ്. ഏടിന് ഏത് പ്രകാരം പ്രാധാന്യമുണ്ടോ? ഏട് കൊണ്ട് ഒരു ഉപകാരം ലഭിക്കുന്നില്ലേ? വാക്കുകൊണ്ട് കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് തസൗഫ് എന്ന് പറയുന്നത് നാവിട്ടലക്കാൻ പറ്റുന്ന ഒന്നല്ല. വൈന്നമാഹുവ വിജിതുൻ ദൗഖും വ വിജിദാൻ, അത് അനുഭവമാണ്. പക്ഷെ അത് അനുഭവത്തിലേക്ക് എത്തിക്കാനുള്ള ചില ബേസിക് ആയ കാര്യങ്ങളുണ്ട്. അറിഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്ക് പറയൽ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല, ആത്മീയ കൽബിനിക്ക് ഗുണം ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യാ, നാവിനിക്ക് എന്തുണ്ടാവും, ഒരു ഇതുണ്ടാവും. പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യാ, ദിക്ർ ഹഫിയായി അവൻ തന്നെ ഒരു ദിക്റായി മാറുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്ത് വന്നു കഴിഞ്ഞാലോ. പക്ഷെ അതിലേക്ക് എത്താനുള്ള ആദ്യ ചുവടുപടി നമ്മൾ നിഷേധിക്കാൻ പാടുണ്ടോ? വന്ന വഴി മറക്കാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് നമ്മളെ ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് ഓതി തരുമ്പോൾ നമ്മളോട് പറയും, ഇന്ന കുത്തുബത്ത് തസൗഫി തുഖവ്വി അല സാലിക്, തസൗഫിന്റെ ഗ്രന്ഥങ്ങൾ സാലിക്കിന് ശക്തി പകരും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ വായിക്കണം, അതൊക്കെ ഉണർത്തണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക ഇത് പറയണത്. അള്ളാഹു തആലാക്ക് കലാമില്ല, ശരി, അള്ളാഹു തആലാക്ക് കലാമില്ല എന്ന് ഈ ലോകത്ത് അറിഞ്ഞത് കലാമിലൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ കലാമിനെ അവിടെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് സബബായി വന്ന സാധനത്തെ നമ്മൾ നിഷേധിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് കിതാബുകളൊക്കെ എടുത്ത് വലിച്ചെറിയണം. ഇതൊക്കെ എന്ത്, മറ്റത്, മറിച്ചത്. അങ്ങനെയാണെങ്കിൽ സൂഫിയാക്കൾക്ക് ഈ ഗ്രന്ഥങ്ങൾ എഴുതേണ്ടിണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു വിജ്ഞാന ലോകം എഴുതി വെക്കേണ്ടിണ്ടായിരുന്നോ? പറയേണ്ടിണ്ടായിരുന്നോ? മുണ്ടാത്തൊരു ലോകത്തിലൂടെ ദീൻ വളർത്തിയാൽ മതിയായിരുന്നില്ലേ? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇട്ടുതരുന്നതാണ് ലദുന്നിയായ വിജ്ഞാനം എന്നുള്ളതൊക്കെ ശരിയാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലായി? വാക്കാൽ മനസ്സിലായതാണ്, അല്ലെങ്കിൽ എഴുത്താൽ മനസ്സിലായതാണ് എന്ന് വിചാരിച്ച് വാക്കാലും എഴുത്താലും ഇതിനൊക്കെ ഗുണമുണ്ട് എന്നല്ല. യഥാർത്ഥമായ ഗുണം അത് അനുഭവിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നേരിട്ട് ഇറങ്ങുന്ന വിജ്ഞാനത്തിലൂടെ തന്നെയാണ്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുന്ന സാധനങ്ങളെ നിഷേധിച്ചു കൊണ്ടിട്ടുള്ള ഒരു റൂട്ട് യഥാർത്ഥമായ കാമിലീയത്തിന്റെ റൂട്ടല്ല, പരിപൂർണതയുടെ റൂട്ടല്ല. എല്ലാറ്റിനെയും അതിൻ്റെതായ വില കൊടുത്തിട്ട് ഓരോ വസ്തുവിനെയും ഓരോ ഹക്കീക്കത്തുണ്ട്, ആ ഹക്കീക്കത്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാന്മാർ ഇത്ര ഗ്രന്ഥം രചിച്ചത്. ഇമാം ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു ഏകദേശം 50ന്റെ അടുത്ത് ഗ്രന്ഥം തസൂഫിന്റെ വിഷയത്തിൽ രചിച്ചത് എന്തിനാണ്? ഇതൊക്കെ ഈ വഴിയാത്രക്കാർക്ക് ഒരു സബബായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വെച്ചതാ. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു 40 വർഷം പ്രഭാഷണം നടത്തിയത് എന്തിനാ? വാക്കുകൊണ്ട് ഗുണമില്ല, എഴുത്തുകൊണ്ടും ഗുണമില്ലെങ്കിൽ 40 വർഷം പ്രഭാഷണം നടത്തിയതാ ഈ ലോകത്തേക്ക് ക്ഷണിക്കാനുള്ള ഒരു സബബായിട്ട് മഹാന്മാരെന്ത് ചെയ്താണ്, അതിനെ വെച്ചതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അതൊക്കെ ഇതിലേക്കുള്ളതായ മാർഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഴുത്തു വേണ്ട എന്ന് പറയുന്ന നിഷേധിക്കുന്ന ആളുകൾ ഖുർആനിനെയും എന്ത് ചെയ്യുന്ന മുസ്ഹഫായി വന്നതിനെയും നിഷേധിക്കേണ്ടി വരൂലേ? അല്ലെ? അങ്ങനത്തെ ഒരുപാട് അപകടകരമായ വാദങ്ങളിലേക്ക് എന്ത് ചെയ്യും, പോകും. നീ നിന്നെ വായിച്ചാൽ മതി എന്ന് അവര് പറയാ. നീ നിന്നെ വായിച്ചാൽ മതി എന്നുള്ളത് എവിടുന്ന് കിട്ടിയതാ? ഖുർആന്റെ ഇത്താ. എന്ത്? ഖുർആന്റെ അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്ന ഒരു വേടാണ് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ. അപ്പൊ അതിന്റെ മേൽ അറിയിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ നിഷേധിക്കരുത്. അതിനോടൊക്കെ ബഹുമാനം പുലർത്തണം. അതൊക്കെ എന്ത് ചെയ്യുക, സാലിക്കിന് ശക്തി പകരുന്നതാണ്. മഹാനായ ഖുത്ബ് ഷെഹ്റാനി റളിയല്ലാഹു അൻഹു തസൗഫിന്റെ മേഖലയിലേക്ക് വന്നത് തസൗഫിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ്. റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്തിലേക്ക് മഹാന്മാർ വന്നത് പ്രഭാഷണം കേട്ടിട്ടാണ്. അപ്പൊ അതൊക്കെ അതിനെ സബബായിട്ട് എന്ത് ചെയ്തതാണ്, വെച്ച കാര്യങ്ങളാണ്. അതൊന്നും എതിർക്കരുത്. അങ്ങനെ റളിയല്ലാഹു അൻഹുവിന്റെ 50ാമത്തെ പിറക്കാത്ത പുത്രനായി മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ നാവായി ലോകത്തെ ഔലിയാക്കൾ മൊത്തം മറച്ചു വെച്ച മുഴുവൻ രഹസ്യജ്ഞാനങ്ങളും വെളിവാക്കുന്നവനായി ഈ കുട്ടി ലോകത്ത് പ്രസിദ്ധപ്പെടുമെന്ന് റളിയല്ലാഹു അൻഹു പ്രസവിച്ചു വീണപ്പോൾ കൊടുത്ത അഡ്രസ്സാണ്. ആ അഡ്രസ് അടിസ്ഥാനത്തിൽ മുഹിയുദ്ദീൻ ഇബ്നു അറബി ഈ ലോകത്ത് വിജ്ഞാനത്തിന്റെ വലിയൊരു ലോകം, ആത്മീയ വിജ്ഞാനത്തിന്റെ ഔലിയാക്കളുടെ രഹസ്യജ്ഞാനം തുറന്നു തന്നു. ആ വിജ്ഞാന ലോകത്തിന്റെ ഷോർട്ടാക്കിയ ഗ്രന്ഥമാണ് ഫുതൂഹത്തുൽ മക്കിയ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.